ഹലോ എവ്രിവൺ. ഇന്നത്തെ എൻ്റെ യാത്ര ബെല്ലാററ്റ് എന്ന് പറയുന്ന ഒരു സബർബിലുള്ള ക്രയൽ കാസിൽ എന്ന ഒരു കോട്ടയിലേക്കുള്ള യാത്രയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഭരണാധികാരിയുടെ ഒരു കോട്ടയല്ല. പഴയകാല പുരാതനകാല മിഡീവിയൽ കാലഘട്ടം ഇഷ്ടപ്പെടുന്ന ഒരു കാർപ്പൻ്റർ പണിത ഒരു കോട്ടയാണ്. അദ്ദേഹത്തിനോട് ആ ഒരു കാലഘട്ടത്തോടുള്ള ഇഷ്ടം തോന്നി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അല്ലെങ്കിൽ അദ്ദേഹം നിയമിച്ച വ്യക്തികളെല്ലാവരും കൂടി പണിത ഒരു കോട്ടയാണ് ക്രയൽ കാസിൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കൊട്ടാരത്തിൻ്റെ പേര് അതിൻ്റെ നിർമ്മാതാവായ കീത്ത് റയാലിൻ്റെ ആദ്യ പേരിൽ നിന്നും കുടുംബ പേരിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞത്. We thought we'd just hang out while all the men pretty much have gone up to the combat arena to fight for glory. So we thought we'd just take it easy, do some weaving, have a tea, have a chat, hold the fort, do the work basically. The main part where they get to go have fun and have fun on the war field. Yeah. Oh, okay. So we're not super entertaining right now, but if you come back. അദ്ദേഹം ഒട്ടനവധി ജോലികൾ ചെയ്തിട്ടുണ്ട്. ശരീരകവചം വിറ്റുകൊണ്ടുള്ള അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി. അങ്ങനെ സമ്പാദിക്കാൻ ട്രൈ ചെയ്തു. പിന്നീട് റെഫ്രിജറേറ്റർ രംഗത്തേക്ക്, സെയിൽസിൻ്റെ രംഗത്തേക്ക് അദ്ദേഹം കടന്നു. ബേസിക്കലി അദ്ദേഹം ഒരു കാർപ്പൻ്റർ ആയിരുന്നു. 1942 ജനിച്ച ഈ റിയാൽ 16 വയസ്സുള്ളപ്പോൾ സ്കൂൾ വിട്ടുപോയി. അങ്ങനെ പല പല ജോലികൾ ചെയ്തു. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ പുരാതന കാലം എങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ചിന്തയായിരുന്നു. അങ്ങനെയാണ് ഈ ക്രിയാൽ പാലസ് എന്ന ഈ കൊട്ടാരം അദ്ദേഹം പണി കഴിപ്പിച്ച് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് എത്തിയത്. Of the Christian faith and believed that God could bring them back with valor. Others were of a heathen faith. They believed that Odin's fine maidens, the Valkyrie, would look after them. You will now witness the Valkyrie rise these warriors from the dead. Do you want to see them fight for personal honor? Then roar loud enough to wake the dead! I don't know how the dead sleep in bed. 2012 ജനുവരിയിൽ ക്രയൽ കാസിൽ ടൂറിസം ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുത്തു. ഒരു പ്രധാന നവീകരണത്തിന് ശേഷം 2013 ഇത് വീണ്ടും തുറന്നു പൊതുജനങ്ങൾക്കായിട്ട്. രണ്ടായിരത്തി 2015 കോട്ടയുടെ യഥാർത്ഥ ഉടമയായ കീത്ത് റയാൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ക്രയാലിൽ തന്നെ നടന്നു. കാസിൽ ടൂറിസം ആൻഡ് എൻ്റർടൈൻമെൻറ്റിൽ 2016 ക്രയാൽ കാസിലിനെ വിപണിയിൽ അവതരിപ്പിച്ചു. പിന്നീട് അവിടെ പല പല ഷോകൾ, അതായത് കീത്ത് റയാൽ എന്താണോ ആഗ്രഹിച്ചത് അത് റിക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് വിക്ടോറിയ ടൂറിസം അത് ഏറ്റെടുത്ത് ഇന്ന് ഭംഗിയായിട്ട് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുന്നു ഈ ക്രയൽ കാസിൽ. ഈ ബെല്ലാററ്റ് നഗരത്തിൽ മധ്യത്തിൽ നിന്ന് ഒരു ചെറിയ ഡ്രൈവ് മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്രയൽ കാസിലിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്.
എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന പല പല ഘട്ടങ്ങളിലായിട്ടുള്ള പരിപാടികൾ അവിടെ എപ്പോഴും ആസൂത്രണം ചെയ്ത് നടത്താറുണ്ട്. കുടുംബങ്ങൾക്ക് കൊട്ടാരത്തിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാനുള്ള അവസരം, ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ രീതിയിൽ, അതായത് പഴയകാല ചരിത്രം എങ്ങനെയാണോ കുറ്റവാളികൾ ശിക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്ന് മനുഷ്യരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അതെല്ലാം റീക്രിയേറ്റ് ചെയ്ത് അഭിനയിച്ച് നമ്മളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി ഈ കാസിലുണ്ട്. അപ്പം അതെല്ലാം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ക്രയാൽ കാസിലും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഷോകളും. മധ്യകാല ചരിത്രത്തെ ജീവിച്ചിട്ടതാക്കുന്ന നിരവധി സംവേദനാത്മക പ്രവർത്തനങ്ങളിലും ഷോകളിലും പങ്കെടുക്കാനുള്ള അവസരം, ഷോ സ്റ്റോപ്പിംഗ് ജാസ്റ്റിംഗ് ടൂർണമെൻറ്റുകളും ധീരമായ വാൾ പോരാട്ടങ്ങളും പിന്നെ മഴുവെറിയിലും അമ്പെയ്ത്തും എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന പല പല ഷോകൾ ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. അത് നമ്മൾ ആ സമയത്ത് നോക്കി അവിടെ ആ സ്റ്റേഡിയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ടിക്കറ്റിൽ തന്നെ ഇതെല്ലാം കാണാനുള്ള അവസരമുണ്ട്. അതുകൂടാതെ ഇതൊന്നും താല്പര്യമില്ല, ജസ്റ്റ് അവിടെ പര്യവേഷണം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും നടന്ന് പഴയകാല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. വളരെ ആകർഷകമായ ചരിത്രത്തെക്കുറിച്ച് അറിയാനുള്ള അവസരം, മനോഹരമായ പല പല പ്രകടനങ്ങളും, അതായത് ഹോഴ്സ് റൈഡിങ്, അതുപോലെ തന്നെ പണ്ട് ആൾക്കാർ കിളികൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇര പിടിക്കുന്നതും, ഇതെല്ലാം അവർ ഡിസ്പ്ലേ ചെയ്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ഷോകളും ഇവിടെ നടക്കാറുണ്ട്. അതുകൂടാതെ ഈ സ്ഥലം ടൂറിസം ഓഫ് സീസൺ സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൂറിസത്തിൻ്റെ പീക്കിൽ പോലും നമുക്ക് ഓരോ ലൊക്കേഷനിൽ നമ്മുടേതായ പാർട്ടികൾ നടത്താനുള്ള അവസരമുണ്ട്. അതായത് ബർത്ത്ഡേ ഫങ്ഷൻ, വെഡ്ഡിങ് ഫങ്ഷൻ ബുക്ക് ചെയ്ത് താമസിച്ചുകൊണ്ട് ഈ ഒരു പ്രകൃതി ഭംഗിയും ഈ കോട്ടയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫങ്ഷൻ നടത്താനുള്ള അവസരം ഈ ക്രയാൽ കാസിൽ ഒരുക്കുന്നുണ്ട്. crayalcastle.com.au എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതും. ഇപ്പോഴത്തെ കറണ്ട് ഇത് വെച്ചിട്ട് ആനുവൽ സേവ് പാസ്, അത് ശരിക്കും $48. പിന്നെ ഡേ പാസ് ഉണ്ട്, അതായത് $31.50. ഫാമിലി ഡേ പാസ് ഓൾമോസ്റ്റ് $94. അപ്പം അങ്ങനെ പല കാറ്റഗറിയിലുള്ള ടിക്കറ്റും അവിടെ അവൈലബിൾ ആണ്. ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. അക്കോമഡേഷൻ വേറെ, അതായത് ഒരു ഓവർനൈറ്റ് സ്റ്റേ ചെയ്ത് ആ മിഡീവൽ അഡ്വഞ്ചർ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരം അവരവിടെ ഓർക്കുന്നുണ്ട്. ഓപ്പണിംഗ് അവേഴ്സ് 10 to 4 PM ആണ്. അവിടെ എന്താണ് കാണാനുള്ളത് വിത്ത് ജനറൽ അഡ്മിഷൻ വെച്ചിട്ട്, അതായത് ജോസിംഗ് ഡിസ്പ്ലേസ്, അതായത് കുതിരയാൾ പോരാട്ടങ്ങൾ, മിഡീവൽ എക്സ്പീരിയൻസസ്, അതായത് പുരാതന കാലം എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നത്, അവരുടെ വീട്ടിലെ ആണുങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ പെണ്ണുങ്ങൾ എങ്ങനെയാണ് അവർ ഓരോ കാലത്തും ജീവിച്ച രീതികൾ, പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, കുട്ടികൾക്കുള്ള പല ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈവ് പെർഫോമൻസ് നമ്മുടെ മുന്നിൽ തന്നെ അവർ പഴയകാലം അഭിനയിച്ച് കാട്ടുന്ന രീതികളാണ്, ആർച്ചറി, ഫുഡുണ്ട്, കാര്യം അപ്പം ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ടോർച്ചർ മ്യൂസിയം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എങ്ങനെയാണ് കുറ്റവാളികളെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന രീതികൾ, അത് അവർ റീക്രിയേറ്റ് ചെയ്ത്, അത് അഭിനയിച്ചല്ല, പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേകൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആക്സ് ത്രോയിങ്, ദ മെയ്സ്, നമ്മൾ ഇങ്ങനെ കറങ്ങി ഒരു സർക്കിളിലേക്ക് ഇറങ്ങി പുറത്തേക്ക് വരുന്ന രീതി. പിന്നെ ഡ്രാഗൺ ഗാർഡൻ, വിസാ ടവർ,
ഒരു ചാപ്പലുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് ഒരു ദിവസം ഒരു ഡേ പിക്നിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഒരു റിലാക്സ് ചെയ്ത് നടന്നെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചൊരു ദിവസം മെൽബണിലുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ക്രയൽ കാസിൽ. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഓസ്ട്രേലിയയിലെ ബെല്ലാരറ്റ് എന്ന് പറയുന്ന സബർബിൽ നിന്ന് 8 കിലോമീറ്റർ കിഴക്കായി മൗണ്ട് വാറൻ ഹീപ്പിൻ്റെ താഴ്വരയിൽ ഡൗൺ ടൗണിന് തൊട്ടു വടക്കായി ലീ ക്രീക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മധ്യകാല കോട്ടയാണ് ക്രയൽ കാസിൽ. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ യാത്ര എടുക്കും മെൽബണിൽ നിന്ന് യാത്ര ചെയ്യുന്ന നേരത്ത്. ബെല്ലാരറ്റിൽ നിന്ന് ഏകദേശം 20-25 മിനിറ്റ് കൊണ്ട് ഈ ലൊക്കേഷനിൽ എത്താൻ പറ്റും. കോട്ടയിൽ പല പല ഷോകൾ അവതരിപ്പിക്കുന്ന സ്ഥലമുണ്ട്. ഒരു ആയുധപ്പുരയുണ്ട്, ലൈവ് തിയേറ്റർ ഷോസ്, അതായത് ജോക്കർ ഷോസ്, തീ കഴിക്കുന്ന ഷോകൾ എന്നീ ഉൾപ്പെടുന്ന പല പല ഷോകൾ ആ ഒരു ഈ ക്രയൽ കാസിലിൽ പല പല ലൊക്കേഷനിലായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. ഒരു വാക്സ് ഓഫ് ടോർച്ചർ മ്യൂസിയം എന്നിവയും ഈ കോട്ടയിലുണ്ട്. താമസ സൗകര്യങ്ങളും വിവാഹങ്ങളും സമ്മേളനങ്ങളും എന്നിവ നടത്താനുള്ള എല്ലാ സൗകര്യവും ഈ കോട്ട ഒരുക്കുന്നുണ്ട്. Waiting for the next cue. Graham lifts the gauntlet and he presents some bait, and the falcon comes back. I say that with absolute confidence. Absolute confidence. So if I want to go and sit with them, Now that little wiggle that she just did there, that's called a rouse. Birds of prey do that when they're getting cut of the bird and how she flies. Now what Graham's doing over here is called lure flying. The lure is a pouch, a leather pouch on the end of the string, but he's not just swinging it around. The lure flying is a lot more complex than it looks. It's actually a language that Graham and the prey, and they were there to protect the birds of prey. Tilly, she's a goshawk. She's a powerful hunting machine, this bird. She has strong, powerful, sharp. ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ഹലാൽ ഫ്രണ്ട്ലി ഫുഡും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും നമ്മൾ കരുതണമെന്നില്ല. അവിടെ ചെന്ന് അവിടെ നിന്ന് തന്നെ ലോക്കാലിറ്റിയിൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അതിനുള്ള ഓരോ ഫുഡ് കോർട്ടുകളുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കൈയും വീശി പോയി നമുക്ക് ഒരു ഡേ പിക്നിക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ക്രയൽ കാസിൽ. ബെല്ലാരറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുകൂടാതെ പല ഒട്ടനവധി സ്ഥലങ്ങൾ കാണുവാനുണ്ട്. വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ് ബെല്ലാരറ്റ്. ക്രയൽ കാസിൽ താമസിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല ടൈപ്പ് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. കാസിൽ റൂംസ് ഉണ്ട്, ഹോളിഡേ പാർക്ക് പോലത്തെ, അതായത് ചെറിയ ക്യാബിനും ചെറിയ വീടുകളും അവിടെയുണ്ട്. ഒരു ഹോളിഡേ പാർക്ക് അതിപ്പം റീസെൻ്റ്ലി ഓപ്പൺ ആയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഗ്യാതറിങ് പോലെ താമസിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്രയൽ കാസിൽ ഏരിയ വളരെ മനോഹരമാണ്, വളരെ റിലാക്സിങ് ആണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ക്രയൽ കാസിലും ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം തന്നെയായിരിക്കും ക്രയൽ കാസിൽ. വളരെ റിലാക്സിങ് ആയിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. Look after yourself.